നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 7 പ്രൊമോ അപ്ഡേറ്റിലേക്ക് ഹർത്തമായ സ്വാഗതം. ഇപ്പോൾ ഒരു ഞെട്ടിക്കുന്ന ഒരു പ്രൊമോ വന്നിട്ടുണ്ട്. പ്രൊമോ മറ്റൊന്നുമല്ല, ബിഗ് ബാങ് വീക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പെട്ടി എടുക്കാൻ വേണ്ടിയിട്ട് 3 പേര് പോകുന്നുണ്ട്. 3 പേരും സമയത്തിനുള്ളിൽ കയറിയില്ല എന്നാണ് നമുക്ക് ആ പ്രൊമോയിൽ നിന്ന് മനസ്സിലാകുന്നത്. അതായത് അവിടെ ഓടാൻ പോകുന്നത് 3 പേരാണ്. അത് നമുക്ക് ആ വീഡിയോ കണ്ടുകൊണ്ട് സംസാരിക്കാം. ഇതിൽ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ബിഗ് ബാങ് വീക്കിൽ ഇതിനോടകം നിങ്ങൾ വലുതും ചെറുതുമായ തുകകൾ നേടിക്കഴിഞ്ഞു. ബിഗ് ബാങ് വീക്കിൽ ഇതിനോടകം നിങ്ങൾ വലുതും ചെറുതുമായ തുകകൾ നേടിക്കഴിഞ്ഞു. സമയം അത് നിർണായകമാണ്. കണക്കുകൂട്ടൽ തെറ്റിയാൽ ഈ വീട്ടിൽ നിന്നും തന്നെ പുറത്തു പോകേണ്ടി വരും. സമയം അത് നിർണായകമാണ്. കണക്ക് കൂട്ടലുകൾ തെറ്റിയാൽ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് തന്നെ പുറത്തു പോകേണ്ടതായിട്ട് വരും. ഇവിടെ 3 പേര് പോകാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. അതായത് അനുമോള്, ആദില, അക്ബർ. ഓക്കെ, എല്ലാരും കെട്ടിപ്പിടിച്ച് യാത്ര പറഞ്ഞതിന് ശേഷമാണ് ഈ 3 പേര് പോകുന്നത്. അതിനുശേഷം 3 പേര് ഓടുന്നു. എല്ലാരും തിരിച്ചു വാന്ന് ആ 100 കടന്ന് വിളിക്കുന്നുണ്ട്. ആരും തിരിച്ചു വരുന്നില്ല. അതാണ് കാണിക്കുന്നത്. പ്രൊമോ നമുക്കറിയാലോ, പ്രൊമോ അങ്ങനെ കാണിക്കത്തുള്ളൂ. ഇനി ആരൊക്കെ തിരിച്ചു വന്നു, ഇനി അനുമോൾ ഔട്ടായോ എന്നുള്ളതിനെ കുറിച്ചൊന്നും എനിക്കൊരു ക്ലാരിറ്റി ഇല്ല. മേ ബി, അതായത് നിങ്ങളിവിടെ മനസ്സിലാക്കാറുള്ളത്, ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഒരു ടാസ്ക് എന്ന് പറയുന്നത് ഇഷ്ടമുള്ളവർക്ക് പോയാൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അതായത് ഇഷ്ടമുള്ളവർക്ക് പോയാൽ മതി, നിങ്ങൾക്ക് ആ പൈസ എടുക്കണം എന്ന ആഗ്രഹമുള്ളവർ മാത്രം പോയാൽ മതി എന്നാണ് ബിഗ് ബോസ് പറയുന്നത്. തമിഴിൽ അങ്ങനെ ആയിരുന്നു എന്നാണ് എന്റെ ഓർമ്മ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇവിടെ നിങ്ങൾ ചിന്തിക്കാതെ, എല്ലാവരും PR ബലമുണ്ട്, PR ഉള്ളത് കൊണ്ട് അവൾക്കറിയാം, അവള് പിന്നെന്താണ് കപ്പടിക്കുമെന്ന് അവൾക്ക് ഉറപ്പുണ്ട് എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുന്നവർ മനസ്സിലാക്കുക, അവൾ ഓടിയിട്ടുണ്ട്. അക്ബർ, ആദില, ഈ പറയുന്ന അനുമോൾ, ഈ 3 പേരും പണപ്പെട്ടി എടുക്കാൻ വേണ്ടിയിട്ടാണ് വെളിയിലോട്ട് പോയത്. അവൾക്ക് അത്രയ്ക്ക് PR ആ ഒരു ബലം ഉണ്ടെന്ന് അവൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അവൾ ഓടേണ്ട ആവശ്യമില്ല. വേറെ ആരും ഓടിയില്ലല്ലോ, അവൾ ഓടി. അതുപോലെ അവൾക്ക് ചിലപ്പോ അവൾ ഇന്ന് കൺഫഷൻ റൂമിൽ നിന്ന് അവൾ പറയുന്നുണ്ട്, എന്താണ്, എനിക്ക് മതിയായി. അതായത് ഇപ്പൊ എല്ലാരും കൂടി ഒറ്റപ്പെടുത്തി കൂടെ നിന്നവർ തന്നെ പിന്നെ കുറുക്കിൽ ആഞ്ഞു കുത്തിയല്ലോ. അപ്പൊ അതിന്റെയൊക്കെ സങ്കടങ്ങളൊക്കെ ഉണ്ട്. ഞാൻ PR ബലത്തിലാണ് ഇവിടെ നിൽക്കുന്നത് എല്ലാരും എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും ആക്ഷേപിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ സങ്കടങ്ങൾ ഉണ്ട്. ഇനിയിപ്പോ അതുകൊണ്ട് എന്തോ വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ പെട്ടിയെടുത്ത് തിരിച്ചു കയറാൻ പറ്റാതായോ എനിക്കറിയത്തില്ല കേട്ടോ. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തുള്ളൂ. മേ ബി 3 പേർ ഓടി, ഈ പെട്ടി 3 പേർക്ക് അക്ബർ എന്തായാലും ഓടി കയറുമായിരിക്കാം. ബാക്കിയുള്ള ആദിലയും ഈ പറയുന്ന കുറച്ച് അനുകൂലിയെക്കാളും കുറച്ചും കൂടി ശാരീരിക എന്ന് വെച്ചാൽ കുറച്ചും കൂടി ഊർജ്ജസ്വലയാണെന്ന് നമുക്ക് തോന്നിയിട്ടുണ്ട്. നല്ല ഇതായിരിക്കും. ഈ ഗാദിയിൽ അത്ര ഓടി എത്താൻ ഇവൾക്ക് പറ്റുമോന്നും എനിക്കറിയത്തില്ല. അവള് പുറത്തായോ എന്നും എനിക്കറിയത്തില്ല. അവൾക്ക് ഇപ്പൊ അവിടെ നിൽക്കണമെന്ന് വലിയ ആഗ്രഹവും കാര്യങ്ങളൊന്നുമില്ല. അത്രമേലെല്ലാം കൂടി ബാക്കിലിട്ട് കുത്തുന്നുണ്ട്. അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ, അവൾ അകത്ത് കയറട്ടെ എന്ന് തന്നെ ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഉറപ്പായിട്ടും കമന്റ് ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.